കണ്ടിട്ട് അതാ തായ്ലാൻഡ് ഒന്നും പള്ളി ഇല്ല എന്ന് പറയരുത് അല്ലേ, ഇഷ്ടം പോലെ പള്ളി ഉണ്ട്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫസി. അതാ അപ്പൊ നമ്മളിതാ ഒരു നീണ്ട യാത്രക്ക് പുറപ്പെടുകയാണ്. യാരാ ബൈ പറഞ്ഞ എല്ലാവരോട്. ഇവരെ രണ്ടാളൊന്നും കൊണ്ടുപോയില്ല. ഇവർക്ക് രണ്ടാൾക്കും ടിക്കറ്റും പാസ്പോർട്ടൊന്നും ഇല്ല, എടുക്കണം. അതുപോലെ നമ്മളെ ലഗേജ് ഇപ്രാവശ്യം ഞങ്ങള് രണ്ടാൾക്കും കൂടി ഒരു പെട്ടിയിലാക്കി. എന്താവും എന്തോ കുത്തി നിറച്ച് വെച്ചതാണ്. 20 കിലോ കൊള്ളുള്ളൂ പറഞ്ഞു. പിന്നെ നമ്മളെ ഹാൻഡ് ക്യാരി ഉണ്ട്. അയ്യോ നോക്കി നടക്കിയാരാ ഇങ്ങനെ തട്ടി വികല്ലേ. അപ്പൊ നമ്മളെ ഏകദേശം സംഭവങ്ങളൊക്കെ സെറ്റാണ്. ഇനി നമുക്ക് നെടുമ്പാശ്ശേരിയിൽ പോകണം. അവിടുന്നാണ് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത്. ഇജ്ജ് പോരുണ്ട് നമ്മളെ കൂടെ? എന്താ ഒത്തേ ഫസിക്കാക്ക് ഇവിടെ എന്തെങ്കിലൊക്കെ തരും. ഫസിക്കാക്ക ഗസ്റ്റ് പ്ലേസ് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കുറെ പ്ലേസുകളൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് എത്തിയില്ലേ, കമ്മിങ് സൂൺ പറഞ്ഞിട്ട്. ഇന്ന് പോവാണ്ട് ആമസോണിൽ പ്ലസ് മെമ്പർ ആയതുകൊണ്ട് സാധനങ്ങൾ മിഞ്ഞാന്ന് ഓർഡർ ചെയ്ത് ഇന്ന് രാവിലെ തന്നെ. ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര അർജന്റ് ആണ്, അപ്പൊ എനിക്ക് സാധനം പെട്ടെന്ന് വേണം പറഞ്ഞപ്പോൾ സാധനം അങ്ങോട്ട് എത്തിക്കുന്നു. അപ്പൊ സെറ്റ് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് നമുക്ക് പോകുമ്പോൾ കാണാം. അപ്പോൾ യാത്ര പറയാൻ വേണ്ടി വാപ്പിയും മോളും കൂടി വാപ്പന്റെ വീട്ടിലേക്ക് വന്നാണ് അല്ലേ. അവിടെ എന്നത്തെയും പോലെ വെള്ളം ഒലിച്ച് ചുരുക്കൊണ്ട് സുലുമ്മ മൊഞ്ചത്തി സുലുമ്മ ആ കുട്ടിക്ക് ഇവിടെയൊക്കെ തിരിക്കാതെ ഉമ്മനല്ലേ ഒരു ട്രിപ്പ് ഉണ്ടാവും വിചാരിച്ച് വിളിച്ചാലോ ഉമ്മ ഉണ്ടാവൂല. ഉമ്മ ഫുൾ ടൈം ഇപ്പൊ ചെന്നൈ, ബാംഗ്ലൂർ, മൈസൂർ അങ്ങനെ ഫുള്ള് ട്രിപ്പിലാണ്. എന്താണ് ഓരോ ഫാന്റസികൾ ഉമ്മന്റെ. നല്ല ഉമ്മന്റെ കൈപ്പത്തിനെയാണ് കേട്ടോ, സൂപ്പർ സാധനമാണ്. ആ ഉമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അവിടെ വിസിലിങ്ങനെ അടിഞ്ഞോണ്ടിരിക്കുന്നത്. ഉമ്മ ഞങ്ങൾ എങ്ങടാ പോണാ അറിയോ? പറയണ്ട സ്ഥലം പറയണ്ട, ഗസ് ചെയ്യാൻ പറയും. അപ്പൊ അടുത്ത ട്രിപ്പ് ഇനി മമ്മീനെ കൊണ്ടാണ് പോണത്. മമ്മിക്ക് ഒഴിവുണ്ടെങ്കില് മിമ്മോളും എഡീഷൻ വലിയ മിമ്മോളും ആരാ ഉമ്മ വിളിച്ച ഉമ്മ വിളിക്ക് ഉമ്മ. ആരൊക്കെ എന്തോ കൊണ്ടുവന്നത് ചെന്നൈന്ന് വന്നപ്പോ കൊണ്ടുവന്നാണ്. ഓ കോൺസെറ്റ് പോലെ രസമുണ്ട്. ഇത് ആരൊക്കെ കൊണ്ടുവന്നത്, ഇത് ഫലദീദിക്ക് ഉമ്മ കൊണ്ടുവന്നാണ്. നല്ല രസമുണ്ട്. നമ്മൾ നെടുമ്പാശ്ശേരി നിന്നാണ് കയറുന്നത്. അപ്പൊ നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോവാണ്. അവിടേക്ക് 2 hours 45 minute ആണ്. അതേസമയം നമ്മള് ഏറെ ഫ്ലാറ്റ് പോകുക. ഉച്ചക്കത്തെ ഡിന്നർ അല്ലല്ലോ, ഉച്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനി ആരെയുണ്ട് ഹായ് പറയല്ലോടും. ഇതിന്റെ ഇലയിലൊരു ഡാമേജ്, അപ്പൊ റിട്ടേൺ ചെയ്ത് തരാമോ? എക്സ്ചേഞ്ച് ചെയ്തൂടെ? സാധാരണ ഫ്ലിപ്കാർട്ടിലായിരുന്നു. അപ്പൊ എന്റെ ഇല എത്തിയിട്ടുണ്ട്. നല്ല അവിയൽ. വാവ്. ഞാൻ ചോറുന്ന് ഞാൻ ഒറ്റക്ക് ചോറുന്നാൻ പഠിച്ചിട്ടാ. ഈ 1.5 വയസ്സിൽ പഠിച്ചില്ല ഒറ്റക്ക് ചോറുന്നാൻ. ഇവ പൊന്നു എക്കാണ്ടില്ല കൊടുക്കാത്താട്ടാ ഹിവ. മുടുക്കിയായല്ലോ ഹിവ ഇപ്പോ അല്ലേ. പൊന്നു ഹിവ ഞാനാ കുറച്ചും കൂടി ചോറ് പറയട്ടെ. മോന്തൊക്കെ ഗൈസ് എന്താ പൊളക്കഥ. അങ്ങനെ ഞങ്ങൾ ഇതാ ഫലദീദിന്റെ വീട്ടിലെത്തിയാണ്. രണ്ടാള് പൊരിഞ്ഞതല്ല, ജമ്പനും തുമ്പനും. അതുണ്ടോ പള്ളി വീർപ്പിച്ചിരിക്കണ. യാരുടെ ബേബിയോടെ രണ്ടാളും കൂടി എന്താ കാട്ടണേ. ഇങ്ങനെ നമ്മൾ പോയി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. സമയം 10:42. 2 മണിക്കാണ് നമ്മളെ ഫ്ലൈറ്റ്. ഫസികാക്ക് എന്തോന്നും ഉണ്ടാത്തേ? ഫസികാക്ക ഭയങ്കര സ്പൾബർഗ് ആയതാണ്. അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. ഫസികാക്ക ലഗേജ് കൊടുത്തോളൂ കേട്ടോ. കറക്റ്റ് സമയം എത്തുമ്പോഴും സ്റ്റോപ്പ് എത്തുമ്പോഴും എന്റെ മോള്
നത്തിങ് ഫസി നത്തിങ്. എന്താ നമ്മൾ പോവാണ്. ആരെയും സ്ട്രോളർ ചെയ്യാൻ ഇവിടെ സെറ്റ് ആക്കിണ്ട്. യാരാ ലെറ്റ്സ് ഗോ. നമ്മൾ ഡിപ്പാർച്ചർ ഏരിയയിൽ എത്തിയിട്ട് ഗോ ഗോ എത്തിയിട്ടു. നമ്മൾ ചെക്ക് ഇൻ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ പോയി സെക്യൂരിറ്റി ലൈൻ ചെക്ക് എത്തിയിട്ടു. നമ്മൾ സെക്യൂരിറ്റി ചെക്ക് യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. നമ്മളുടെ ഏറ്റവും വലിയ ചടങ്ങായ സെക്യൂരിറ്റിയും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് 3 നാളൊപ്പം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ് അല്ലേ. ഇത് കോളാവുന്നുള്ള ഷുവറാണ്, എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ഇടയിൽ കൂടെ ആയിട്ടാണ് നടക്കണത്. ഇവിടെ നിന്ന് എന്ത് വാങ്ങിയാലും ഡ്യൂട്ടി ഒന്നും കൊടുക്കേണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാ. ഇവിടെ ആർക്കും ഡ്യൂട്ടി ഒന്നും ഇല്ല. ഇവര് വെറുതെ ഇരുന്നാൽ മതി കസാലയിൽ. ഡ്യൂട്ടി നമുക്ക് ഫ്രീ ആയിട്ട് തരൂല്ലേ. ഒരു വിഷാദാവസ്ഥയിലേക്ക് മാറിപ്പോയത്. ട്രിപ്പ് എൻജോയ് ചെയ്യണ്ടേ. ഫുള്ള് ഓണാട്ടോ. രാത്രി ഒരു 12 മണി കഴിഞ്ഞാൽ യാരൊക്കെ ഇങ്ങോട്ട് ഒടുക്കത്തെ എനർജിയാണ്. കണ്ടോ, ഇപ്പം നമ്മൾ സ്ട്രോളറിൽ ചെയ്യണ ഓരോ ട്രിക്സ്, അതായത് ഏത് ലോക്കും അൺലോക്കിങ്ങും ഒക്കെ ഓൾ തന്നെ ചെയ്യാണ്. യാരാ സ്ട്രോളർ യാരാ അതിൻ്റെ പരിപ്പെടുക്കും ഫസ്റ്റിക്കാക്കൻ്റെ സ്വഭാവമായിട്ട്. നോക്കി ചെയ്യണ നോക്ക്. ഇതൊക്കെ ഇതിനൊക്കെ കൊണ്ടുവന്ന് തായ്ലാൻഡിൽ പോയിട്ട് അവിടുത്തെ ഭ്രാന്താശുപത്രി എവിടെയാണെന്ന് ആദ്യം തന്നെ കൺസൾട്ട് ചെയ്ത് വെക്കണം. വേറെ അവിടെ പോയിട്ട് അഡ്മിറ്റ് ആവാണ്. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ട്രാവൽ ടിപ്സ്, അതായത് കുട്ടീനൊക്കെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല, അവള് വെറുതെ ഉണ്ടാക്കി പറയാട്ടോ. എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നത്. അവിടെ ഇരുന്നിട്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, നമ്മൾ ഇവരെ നിലത്തിരുത്താം. അല്ലല്ല, ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ എന്തൊക്കെയാണ് ഇവളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരുങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ വിചാരിച്ചിട്ട് ഞാനതൊരു ഷോർട്സ് ആയിട്ടോ റീൽസ് ആയിട്ടോ ഒക്കെ ചെയ്യണമായിരിക്കും. ആവശ്യമുള്ളവരൊക്കെ ഈ ടിപ്സ് ഫോളോ ചെയ്തോളൂ, അല്ലെങ്കിൽ പണി കിട്ടുമോ. അത് ഫോളോ ചെയ്തിട്ട് തന്നെ ഇങ്ങനെയാണ്. അപ്പോൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫ്ലൈറ്റ് കയറുമ്പോൾ ഇപ്പോൾ ഫസികാക്ക് എന്നോട് ഈ സ്ട്രോളർ എടുക്കണ്ടായിരുന്നു. ഇത് എന്തൊരു യൂസ്ഫുൾ ആയ എനിക്കായത് കുറേ ഉപകാരമായിട്ടോ. അത് പിടിച്ച് കൊണ്ടുവരണ കാര്യം. ആപ്പിൾ കണ്ടോ, ഇങ്ങനത്തെ വിഷമകരമായ വേളയിൽ ഫസികാക്കൊക്കെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കണ്ടോ, ഞാൻ ടിപ്സ് ആയിട്ട് ആപ്പിൾ കട്ട് ചെയ്തിട്ട് അത് ഫസികാക്ക് നോക്കണം. എനിക്ക് തിന്നാനല്ലേ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് എൻ്റെ കുട്ടിക്ക് തിന്നാൻ വേണ്ടിയിട്ട്. ആ തോലൊക്കെ കളഞ്ഞ് ഫസികാക്ക് ഞാൻ തരും. പോയി കേക്ക് കൊടുത്തോ. എന്തേ കൈ കേക്കുവാ യാരാ, കൈ കേക്കുവാ. ഹാൻഡ് വാഷ് ഫസ്റ്റ്, ഹാൻഡ് വാഷ്. വന്നപ്പോൾ ഒരു ഉഷാറൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ. എനിക്ക് വരുമ്പോഴും വലിയ ഉഷാറൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ പോവുകയാണ് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എയർപോർട്ടിലെത്തി അല്ലേ ഇവ. അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്ത വെച്ചാൽ കാണിച്ചു തരാം. പിന്നെ ഈ തായ്ലാൻഡ് ടൂറിസ്റ്റ് വിസ ആയിട്ട് എടുത്ത്, എന്നാലേ ഇവിടെ നിന്ന് ബാക്കിയുള്ള പരിപാടികൾ നടക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ടാക്സിയൊക്കെ വിളിച്ചിട്ട് പോകണം. ഓക്കെ, അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഫുക്കറ്റ് എയർപോർട്ടിൻ്റെ അല്ലേ പുറത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് എയർപോർട്ട്. കൊള്ളാം, നല്ല സൗകര്യമുണ്ട്. എന്താ ഇതിൻ്റെ പേരൊക്കെ പട്ടാരം മൊങ്കാലം ബസ്സിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇനി ഏതായാലും ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വരട്ടെ. കാറ് നോക്ക്, ഈ പൊളി കാറ് ഗൈസ്. ഇത് മസ്ഡ
നമ്മള് ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മള് ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് നമ്മളെ റൂമിലേക്ക് പോകാൻ വേണ്ടി പോവാ. അല്ലേ ഹിബ? ആരൊക്കെ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്? ഹലോ. ഇവിടെ എമ്മാര് എത്ര ടൂറിസ്റ്റുകളാണ് അവിടെ ഉള്ളത്. ടൂറിസ്റ്റുകളെ കൊണ്ട് അടിയും കളി. അപ്പം നമ്മൾ ആദ്യം വന്നുള്ളത് ഫുക്കറ്റിലാണ്. എന്നിട്ട് നമ്മൾ ഫുക്കറ്റിൽ നിന്ന് ടാക്സി വിളിച്ച് ക്രാബിലേക്ക് പോകട്ടെ. ക്രാബി. ഓക്കെ, നമ്മളങ്ങനെ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ ടാക്സി ഇല്ലാതൊന്നും മനസ്സിലാവുന്നില്ല. കുറേ ആൾക്കാരുണ്ട്, കുറേ ജനങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഒരു വൈബ്. പിന്നെ ഇന്ന് നമ്മൾ വന്ന ദിവസം മറ്റേ ജപ്പാനിൽ സുനാമി ഉണ്ട് എന്നൊക്കെ കേട്ടു അല്ലേ? അങ്ങനെ നമ്മൾ ടാക്സി എടുത്തു അല്ലേ ഹിബ? 2400 ബാത്താണ് ആയിട്ടുള്ളത് ടാക്സി കിട്ടോ ഹിബ. സോ എക്സ്പെൻസീവ്. അവ പോണ വഴികളൊക്കെ നോക്ക്, എന്താ ഭംഗി കാണാൻ. തള്ളി മോളും മുരിഞ്ഞ രക്ഷയില്ല. ഇതിനാണ് ഇവിടെ ടൂറ് തന്നെ വരുന്നത്. ഓർക്കാൻ വേണ്ടിയിട്ടാ ടൂറ്. പള്ളിയൊക്കെ കണ്ടിട്ട് അതാ തായ്ലാൻഡ് എന്നിട്ട് പള്ളി ഇല്ല എന്ന് പറയരുത് അല്ലേ? ഇഷ്ടം പോലെ പള്ളിയുണ്ട്. ഇതൊക്കെ പള്ളിയാട്ടോ. യെസ്. അപ്പൊ തായ്ലാൻഡില് മറ്റേത് മാത്രമല്ല പള്ളിയൊക്കെ ഉണ്ട്. മനസ്സിലായോ ഹിബ? ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. സീനൊന്നും ഇല്ലല്ലോ, പള്ളിയൊക്കെ ഉണ്ട്. ഹിബക്ക് ഇവിടെ ഒരു തെറ്റിദ്ധാരണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പള്ളിയൊക്കെ കണ്ടപ്പോ ഹിബ ഓക്കെ ഇനി ഒറ്റയ്ക്ക് വിടാന്ന് പറഞ്ഞു. എന്താ രസം. ആരും ഇപ്പൊ നമ്മളെ നാട്ടിലാണെങ്കിലും ബാക്കിന്നും സനാ ബസ്സും പിന്നെ ഏതാ ബസ് ഹിബ? കൊളക്കാടൻ ബസ്സൊക്കെ വന്നിട്ട് പീ 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 എന്ന് പറഞ്ഞ് ചെവി മൊത്തം അടിച്ചിട്ടുണ്ടാവും അല്ലേ? ആരും നമ്മള് വെറുപ്പിക്കാനില്ല. അത് നല്ല സീനറിക് ബ്യൂട്ടി. വാട്ട് എ ബ്യൂട്ടി അല്ലേ ഹിബ? നമ്മളെ നാടെത്താ നമ്മളെ റൂം എത്താനായി. നമ്മളുള്ള ക്രാബിലാട്ടോ. ക്രാബില് അവോനാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് റൂം എടുത്തത് അല്ലേ? അവോനാങ്. ക്രാബിൽ കുറെ സ്ഥലങ്ങളുണ്ടായില്ല. അവനാങ്ങാണ് നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ എപ്പോഴും എടുക്കല്. അവിടെ നല്ല ആക്സസിബിൾ ആണ്. അതല്ലാത്ത സ്ഥലങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടോ. അവിടെ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എടുക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ. മറ്റു പലതൊക്കെ ഉണ്ടിട്ട് അവിടെ നമ്മുടെ സ്ഥലത്ത് റിസോർട്ട് എത്തി. ഞാരതാ ഹിബതാ ഞാരനെ ഉന്തിക്കൊണ്ട് നടക്കാട്ടെ ഈ റോട്ടിൽ കൂടെ. എങ്ങനെയുണ്ട്? വൈബല്ലേ? ഇവിടത്തെ KSEB പണിക്കാർ ഇതാ അതിന്റെ മേലെ. ഇവിടെയും KSEB ഒക്കെ ഉണ്ട് കേട്ടാ അല്ല ഹിബ? ഇവിടെയും കരണ്ട് പോക്കൊക്കെ തെറിവിളിയൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തപ്പിയിട്ട് ഇറങ്ങിയതാട്ടോ. ഹിബക്ക് ആകെ കുഴങ്ങിക്കിന്. എന്താ രസം ഇവിടെ കൂടെ വെറുതെ നടക്കാൻ തന്നെ. എന്ത് പറയുന്നു ഹിബ? എങ്ങനെ? തേങ്ങൊക്കെ നോക്ക്. തേങ്ങക്കള്ളന്മാർക്കൊക്കെ നല്ല സുഖാ എടുക്കാൻ. ഞാനൊക്കെ ഏതാ വൈബ്. എന്താ ഉള്ളത്? തൽക്കാലം ഇപ്പൊ ഈ ഏരിയയിൽ വേറെ ഒന്നും കാണുന്നില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? രാവിലെ തന്നെ ബ്രോസ്റ്റഡ് അടിക്കാം അല്ലേ? നമുക്ക് എന്നാ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യാം. നമുക്ക് എന്താണെന്ന് നോക്കി നോക്കാം. എന്താണ് ഇവിടുത്തെ ദേശീയ ഭക്ഷണം? സ്റ്റിക്കി റൈസ്. ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ളൂ, ഇപ്പോഴാണ് മനസ്സിലായത്. വായിലിട്ടാല് ഗുളുഗുളുമുട്ടായി വഴി ഒട്ടിക്കിട്ട് പോയി. 7-Eleven കയറി കുറച്ച് സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. നല്ല രസമാണ് ഇവിടെ കയറാൻ തന്നെ അല്ലേ ഹിബ? കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇതൊക്കെ നോക്കില്ലേ എന്തൊക്കെ ടച്ച് മില്ല്. ഇതാ ആരൊക്കെ ഇവിടെ പൊളിച്ചടക്കി കൊണ്ട് നിൽക്കുക അല്ലേ? ഒരു പൊടിക്ക് വിട്ടുകൊടുക്കുന്നില്ല. അതെ അതെ അതെ. കുറച്ച് സാധനങ്ങളുണ്ട് ഇവിടെ. എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. ഈ ഹിബ എന്തൊക്കെ എടുക്കുന്നുണ്ട്, നമ്മളെന്തൊക്കെ എടുക്കുന്നുണ്ട്. ഇതെന്താ അമൃതാഞ്ജനോ? ഇതെന്താ തണുപ്പിക്കാൻ വെച്ചാണ് അമൃതാഞ്ജൻ? ഇത് കൊതുകിന് കൊല്ലണ അല്ലല്ലേ? കൊതുകിനെ കൊല്ലണ അല്ല, ഇത് വേറെ എന്തോ സാധനം കേട്ടോ. കണ്ടിട്ട് കൊതുകിനെ കൊല്ലുന്ന സാധനം പോലെ തന്നെ. കണക്ക് തെറ്റും ചില കണക്കുകളൊക്കെ തെറ്റുമല്ലോ. ഇത് 100. ഇത് 300. 1000 അടുത്ത് കൊടുക്കാൻ റെഡിയാ. ഒരു 10 രൂപയും കൂടി ബാക്കിയായിരുന്നു. പക്ഷെ 10 രൂപ അല്ല, 10 പാട്ട്. എന്തിനാണ് ചിരിക്കണേ? കണക്കും അറിയില്ല, കുന്തും അറിയില്ല. കണക്ക് വെച്ചിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. പൈസ ഒന്നും തരില്ല. ബൈക്ക് റെന്റ് എടുക്കാനാണ്. നമുക്ക് ഇനിയൊരു തായ്ലാൻഡ് ബൈക്ക് കേട്ടോ. ഫസ്റ്റിക്കാക്കന്റെ പുതിയ വണ്ടി. ഇതെന്താ ചോട്ടാ മുമ്പേ മുന്നില് പെട്രോൾ ഇല്ല. പെട്രോൾ അടിക്കാം. ബൈക്ക് റെന്റിന് എടുത്തിട്ട് അതിൽ പെട്രോൾ ഒന്നുമില്ല. അത് ഫില്ല് ചെയ്യാൻ വേണ്ടി
പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കണ ഭാരത. പെട്രോൾ അടിക്കണ ആളില്ല, വസികാക്ക് തന്നെയാണ്. അപ്പം പെട്രോൾ അടിക്കാൻ അറിയാത്ത വസികാക്ക് അതാ പെട്രോൾ അടി പഠിക്കാൻ പോവാണ്. ആദ്യം തന്നെ ഇത് ഇട്ടേക്കാണ്. പൊട്ട ഫസികാക്ക. ഞങ്ങൾ ബൈക്കിൽ റൈഡ് അടിക്കുകയാണ്. ഫസികാക്ക ഒന്നിങ്ങോട്ടേക്ക് നോക്കാമോ? എങ്ങോട്ടാ പോണേ? റെയിൽവേ ബീച്ചിലാ? നോക്കൂ, വാവ്. റെയിൽവേ ബീച്ച്. എന്താ ഈ ബീച്ചിന്റെ പേര്? റെയിൽവേ ആണോ റെയിലേ ആണോ? ആ ഗൈസ്, അവിടെ നല്ലൊരു ഇതിലൊക്കെ വീണ് ഇവിടെ നോക്കിയാ ഒരു മദാമ ഉറങ്ങുന്നുണ്ട്. ഇവിടെ വന്ന മുതൽ ഉറങ്ങാൻ തുടങ്ങിയതാ അല്ലേ? അമ്മാരി വർക്കല്ലേ എടുക്കുന്നത് ആരാ? ഉറങ്ങടക്കാൻ കഴിയില്ലല്ലോ. ഉറങ്ങിയതാട്ടോ. അപ്പൊ എന്തായാലും നോക്ക്, ഇതാണ് റെയിൽവേ ബീച്ച്. നല്ല അടിപൊളി ബീച്ചാട്ടോ. ഇതാണ് കേട്ടോ ബീച്ചിലെ വിശേഷം. ഇനി നെക്സ്റ്റ് വീഡിയോ നമ്മൾ പോണത് സ്നോർക്കൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഇനി വേണം. ഇനി മുതൽ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.